നമസ്കാരം. ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കുഞ്ഞിൻ്റെ ചോറൂണും തുലാഭാരമൊക്കെ വഴിപാടുണ്ട്. അപ്പോൾ കുഞ്ഞി കണ്ണനെ കണ്ട് കുഞ്ഞൂസിൻ്റെ ചോറൂണും തുലാഭാരമൊക്കെ നടത്തി അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടു മടങ്ങാനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതുകൂടാതെ മറ്റ് ചില കാഴ്ചകളുമുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതെ ഗുരുവായൂർ അമ്പല നടയിലേക്ക് ഒരു യാത്ര പോയാലോ? ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. അതിരാവിലെ എഴുന്നേറ്റ് അപ്പുക്കുട്ടനെ വാസുക്കുട്ടനെയൊക്കെ വിളിച്ച് വണ്ടി അങ്ങ് കഴുകിയിട്ടു. നല്ല പൊടിയും അഴുക്കും ഉണ്ടായിരുന്നു. പിന്നെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകേണ്ട ഐറ്റംസ് മുഴുവൻ ഒരു വിധത്തിൽ കുത്തി നിറച്ചു എന്ന് പറയാം. തുലാഭാരത്തിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇതാണ് ഈ കഥയിലെ നായകൻ പൊന്നൻ പപ്പടി. കുഞ്ഞാള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു യാത്ര പോകുന്നതിൻ്റെയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഞങ്ങൾ ഇവനെയും കൊണ്ടൊരു യാത്ര പോകുന്നത്. റോഡിലെ കാഴ്ചകളൊക്കെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവന്. ഒപ്പം ഇത്രയും ദൂരം ഇവനെയും കൊണ്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ട്. ശരിക്കും ഇവനെയും കൊണ്ട് ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്, പക്ഷെ അടുത്തൊക്കെയാണെന്ന് മാത്രം. റാന്നി പൊന്തമ്പുഴ വഴിയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് അല്പദൂരം ചെന്ന് പൊന്തമ്പുഴ വനത്തിന്റെ ഭാഗത്ത് ഒന്ന് നിർത്തി. ഒരാഴ്ച നിർത്താതെ പെയ്ത മഴയ്ക്ക് വനം വീണ്ടും പച്ചപ്പ് കൊണ്ട് തളർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വനത്തിന്റെ പച്ചപ്പിൽ ചാലിച്ചുള്ള കാഴ്ചകൾ ആസ്വാദനത്തിന് മാറ്റുകൂട്ടും. വലിയ പൂമരകളിൽ നിന്നും വീണ് കിടക്കുന്ന പൂക്കളാൽ അലങ്കരിച്ച റോഡുകൾ, ചെറിയൊരരുവിയും നല്ല തണുപ്പാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചുനേരം സംസാരിച്ചിരുന്നു. സമയം പോയതറിഞ്ഞതേയില്ല. നേരം വൈകാറാകുന്നു. മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ആദ്യം കയറിയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലായിരുന്നു. ദർശനമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കടയിലൊന്ന് കയറി. ഇവിടുത്തെ കാഴ്ചകൾ എനിക്കെന്നും കൗതുകമാണ്. കുഞ്ഞുനാളിൽ കണ്ടു വളർന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണുന്ന ഒരു ഓർമ്മയാണ്. ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളും ചെറിയ ചെറിയ മിനുക്കമുള്ള കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാൻ എന്നും ഒരു കൗതുകവും ഇഷ്ടവുമായിരുന്നു. പ്രത്യേകിച്ച് ഇതൊക്കെ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ കുഞ്ഞുനാൾ തന്നെയാണ് ഓർമ്മ വന്നത്. വിസ്മയം ജനിപ്പിക്കുന്ന ഓരോ കാഴ്ചകളും എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അതിനെ തേടി അറിയേണ്ടത് നമ്മളാണെന്ന് മാത്രം. സ്വന്തം ജീവിതത്തിൽ ഭാഗ്യം തേടുന്നവരും ഭാഗ്യം വിൽക്കുന്നവരും ഒക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്. ഒരിക്കൽ എൻ്റെ അച്ഛൻ്റെ കൈത്തുമ്പ് പിടിച്ച് കളിപ്പാട്ടങ്ങൾ തേടിയ ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിനായി കളിപ്പാട്ടങ്ങൾ തേടുന്നു. കാലം എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ? ഞങ്ങളെ വിരട്ടി വരച്ച വരയിൽ നിർത്തിയ എൻ്റെ അച്ഛൻ ഇന്ന് കുഞ്ഞൂസിൻ്റെ കുഞ്ഞു മനസ്സുള്ള കൂട്ടുകാരനാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ഇറങ്ങി അവനെ ഒന്ന് കളിപ്പിച്ചും കാഴ്ചകളൊക്കെ കാണിച്ചും കൊണ്ടു നടന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയല്ലേ. അങ്ങനെ ഇരുട്ട് മൂടിയ വഴിയിലെ മുന്നോട്ടുള്ള യാത്ര ഒടുവിൽ ഗുരുവായൂരിലെത്തി. അങ്ങനെ സേഫായിട്ട് ഗുരുവായൂരെത്തി. റോഡ് വളരെ മോശമായിരുന്നു. ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ചു വരാനായിട്ട്. ഭയങ്കര മഴയും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും സേഫായിട്ട് ഗുരുവായൂരെത്തി. ഇപ്പോൾ രാവിലത്തേക്ക് ദർശനം നടത്തണം. ശ്രീകൃഷ്ണ റെസിഡൻസി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരക്കില്ലാത്ത റൂമാണ്. 1200 ആണ് നിലവിൽ ഈ റൂമിന് പറഞ്ഞേക്കുന്നത്. നോൺ AC റൂമാണ്. AC റൂമിന് ഏകദേശം 1900 ആണ് ചോദിച്ചത്. നിലവിൽ ഇവിടെ റൂം അവൈലബിൾ ആയിരുന്നു. ഇതിപ്പം വൈശാഖ മാസമാണ്. അപ്പോൾ വൈശാഖ മാസത്തിൽ ഗുരുവായൂർ പ്രത്യേകതയുള്ളൊരു സമയമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ദർശനത്തിന് എത്തുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ റൂമൊക്കെ കിട്ടാതെ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വടക്കേനട ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് അവിടെയൊക്കെ റൂം അവൈലബിൾ ആണെന്ന് വിളിച്ച് പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ കിഴക്കേനടയുടെ ഭാഗത്ത് എത്തിയപ്പോഴും അവിടെ റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞ് വിളിച്ച് ആൾക്കാരെ ഇങ്ങനെ തേടി പോകുന്നത് കാണുന്നു. അപ്പോൾ റൂംസൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം 5 മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിലേക്ക് പോയി ദർശനം നടത്തിയിട്ട് വേണം കുഞ്ഞിന് ചോറ് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. രാവിലെ അതിരാവിലെ തന്നെ എല്ലാവരും ദർശനം നടത്തി. അവന് ചോറ് കൊടുക്കേണ്ടത് കൊണ്ട് അവനെ കൂട്ടി ഞങ്ങൾ പുറത്തു നിന്നു. നല്ല തിരക്കുണ്ട്. ചുറ്റും മായാവലയം തീർത്ത ഗുരുവായൂരേശൻ്റെ മണ്ണ്. എങ്ങും മനസ്സ് ഈശ്വരനിൽ അർപ്പിച്ച് സ്വയം സമർപ്പിച്ച മനസ്സുകളും കണ്ണീരിലും കലയിലും ചാലിച്ച് സ്വയം ഈശ്വരനിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കുഞ്ഞിന് ചോറ് കൊടുത്ത് ദർശനം നടത്തി. പുറത്തിറങ്ങിയ പാടെ ഒരു സർബത്ത് വാങ്ങിക്കുടിച്ചു.
അവരെ റൂമിലേക്ക് വിട്ട് ഞങ്ങൾ 3 പേരും ഇവിടുത്തെ കാഴ്ചകൾ തേടി ഇറങ്ങി. കിഴക്കേ ഗോപുരം. കിഴക്കേ നട എന്നും ഇതുപോലെ സജീവമാണ്. കുഞ്ഞുനാൾ മുതൽ വന്ന ഓർമ്മകളിൽ ഇന്നും തെളിയുന്ന ഇടം. കളിപ്പാട്ടങ്ങളും മറ്റലങ്കാരങ്ങളും ഉണ്ണിക്കണ്ണൻ്റെ രൂപങ്ങളും അലങ്കരിക്കുന്ന മനോഹരമായ തെരുവോരം. പല ചായങ്ങളിൽ ഉണ്ണിക്കണ്ണൻ്റെ രൂപങ്ങൾ. തേജസ്സുള്ള ജീവൻ തുടിക്കുന്ന വിഗ്രഹങ്ങൾ. ഗുരുവായൂർ യാത്രയുടെ ഓർമ്മകളായി മാറും ഈ തേജസ്സുള്ള ഉണ്ണിക്കണ്ണൻ്റെ രൂപങ്ങൾ. കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ഇത്രയും ഭംഗിയും മാറ്റും കൂട്ടുന്ന മറ്റൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. പൂമാലകളും ഉടയാടകളും കാഴ്ചകളാകുന്ന ചന്ദനത്തിരിയുടെ ഗന്ധം നിറയുന്ന വഴിയോരം. പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന പച്ചയായ മനുഷ്യരും. ഇത് ഗുരുവായൂരിൻ്റെ മനസ്സാണ്, ഒപ്പം ഇവിടുത്തെ കാഴ്ചകളും. ഈശ്വരാംശം നിറയുന്ന മണ്ണിൽ മനസ്സ് തളർപ്പിച്ച് വളർത്തിയ ഹൃദയം തിരിച്ചറിവിൻ്റേതാകണമെന്ന് ഞാൻ ഒരിക്കൽ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലും പള്ളികളിലും നമ്മളാൽ തെളിയുന്ന ദീപം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും നമുക്ക് പകരാനാവണം. അങ്ങനെ പകരുമ്പോൾ ഈശ്വരൻ നമ്മളിലേക്കും നിറയും. ഭക്തി അതിലേക്കുള്ള മാർഗമാണ്, ഈശ്വരൻ അതിലേക്കുള്ള വെളിച്ചവും. ഇന്നത്തെ ഭക്തി തിരിച്ചറിവിൻ്റേതല്ലാതാകുന്നത് തികച്ചും വിഷമം ഉളവാക്കുന്ന കാര്യമാണ്. തിരിച്ച് മുറിയിലേക്ക് നടന്നു. ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലും ആനത്താവളത്തിലും കൂടി ഒന്ന് കയറണം. ആദ്യം മമ്മിയൂർ ക്ഷേത്രത്തിൽ കയറി. ഇവിടെയും നല്ല തിരക്കാണ്. ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതാൽ മമ്മിയൂർ മഹാദേവനെ കണ്ടു തൊഴുവണമെന്നാണ് പറയാറ്. പിന്നീടെത്തിയത് പുന്നത്തൂർ കോട്ടയിലേക്കാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ പരിപാലിക്കുന്ന ഇടം ഒരാൾക്ക് 20 രൂപയാണ് നിരക്ക്. കുട്ടികൾക്ക് 10 രൂപയും. തൊട്ടടുത്തായി പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. കാറ് പാർക്ക് ചെയ്ത് അകത്ത് കയറി. പലയിടങ്ങളിലായി ആനകളെ നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ ആനകളെ ബാക്ക്ഗ്രൗണ്ടാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുന്നത്തൂർ കോട്ട എന്നറിയപ്പെടുന്ന പഴയ തറവാടിന് ചുറ്റുമായാണ് ആനകളെ നിർത്തിയിരിക്കുന്നത്. ചുറ്റും ഒന്ന് കറങ്ങി ആനകളെ മുഴുവൻ കണ്ടു. ക്ഷേത്രത്തിലെ ശീവേലിക്കായി കൊണ്ടുപോകാൻ കുളിപ്പിക്കുകയാണ്. രാത്രി 3 ആനകളും രാവിലെ 1 ആനയുമാണ് ഇപ്പോഴത്തെ കണക്ക്. ശാന്തമായ ഭംഗിയുള്ള പ്രദേശം. കൃഷ്ണൻ്റെ പാട്ടുകൾ താളമിടുന്ന പച്ചപ്പിൻ്റെ മടിത്തട്ടിൽ അവർ വിശ്രമിക്കുകയാണ്, അവരുടെ ഊഴത്തിനായി, കണ്ണനെ തിടമ്പേറ്റാൻ. ഈ തറവാടിനെ ബാക്ക്ഗ്രൗണ്ടാക്കി ഈ വീരൻ്റെ ഈ നിൽപ്പ് എന്താ അല്ലേ? അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.